ധന്യേ മോളെ മോളെ അമ്മ എന്ത് പറ്റി? അറിയില്ല മോളെ, എന്തോ തല കറങ്ങുന്ന പോലെ. വെള്ളം വല്ലതും വേണോ? അയ്യോ വേണ്ട, എനിക്കൊന്ന് കിടക്കണം. ബാ ശരി, കിടക്ക് ബാ. ആ മോളെ, മോളിതൊന്ന് തുടച്ചിട്ടേക്ക്. ആരെങ്കിലും ഇത് വഴി വന്നാ വഴിക്ക് വീഴൂ. മോള് ഈ വഴിക്ക് വരുന്നതല്ലേ, ഒന്ന് തുടച്ചിട്ടേക്ക് മോളെ. ചെല്ല് ചെല്ല്. ആ ആ കൊള്ളാം. നീ എന്തോ ചെയ്യുന്നേ? അമ്മ ഒന്നും കാണുന്നില്ലേ? അമ്മയ്ക്ക് ഒരു തലച്ചിറ്റല് പോലെ, അതാ ഞാൻ അവളോട് വൃത്തിയാക്കാൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോകണോ? ആ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഹോസ്പിറ്റലൊന്നും പോണ്ട. നീ അതൊക്കെ അവിടെ വച്ചേ. ശരീരം ഒരുപാട് അനങ്ങാനെ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. ഇതേ ഞാൻ വന്നിട്ട് ചെയ്തോളാം. വന്നേ നീ. നീ ഇവിടെ ഇരിക്കുകയായിരുന്നോ? ഞാൻ വിചാരിച്ചു നീ പുറത്തേക്ക് എങ്ങനും പോയിട്ടുണ്ടാവുന്നു. എന്തമ്മേ അമ്മയ്ക്ക് വയ്യേ? ആ കുഴപ്പമൊന്നുമില്ല. ഓ ഇവന്മാരിവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നും നടക്കില്ല. അമ്മ എന്തേ ആലോചിക്കണേ? നീ വന്നിട്ട് ഇത്രയും നാളായില്ലേ, നമ്മുടെ ബന്ധുവീടുകളിലൊന്നും പോയില്ലല്ലോ. അവരെന്താ വിചാരിക്കുക? നീ സന്ദീപിനെയും കൂട്ടി അവിടേക്കൊന്ന് പോയിട്ട് വാ. അതിന് നിന്റെ സന്ദീപിനെ കൂട്ടണ, ഞാൻ ആശയെ കൂട്ടി പോയാ പോരെ? അതല്ല മോനെ, എനിക്കാണെങ്കിൽ തീരെ വയ്യ, ധന്യയ്ക്കും വയ്യ. എനിക്കൊരു കൈസഹായത്തിന് ആരെങ്കിലും വേണ്ടേ? അതാ ആശ ഇവിടെ നിൽക്കട്ടെ എന്ന് ഞാൻ പറയുന്നത്. ശരി, ഞാൻ അവനെയും കൂട്ടി പൊക്കോളാം. ഓ ഫോണും നോക്കി തമ്പുരാട്ടി ഇരിക്കുക. ശരിയാക്കി തരാടി. മോള് ഇവിടെ ഇരിക്കണോ? ഈ സമയത്ത് ഇങ്ങനെ മുറിയിൽ ചടഞ്ഞുകൂടി ഇരിക്കാൻ പാടുണ്ടോ? വാ വന്നേ, മോളിന് വാ വാ, അമ്മ പറയട്ടെ. എന്താ അമ്മേ കാണിക്കുന്നേ? എനിക്ക് നല്ല ക്ഷീണമുണ്ടമ്മേ. ആ ക്ഷീണമൊക്കെ അമ്മ മാറ്റി തരാ, ഇങ്ങോട്ട് വാ. വാ. നന്നായി കുഞ്ഞു നിന്ന് തൂക്കുമോളെ. ഈ സമയത്തേ നന്നായി ശരീരമാണെങ്കിൽ ജോലി ചെയ്യണമെന്നാ, എന്നാലേ സുഖപ്രസവം നടക്കൂ. അമ്മ എന്താ ഈ കാണിക്കണേ? ഈ സമയത്താണ് അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നേ? നീ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നേ? ഈ സമയത്ത് ജോലി ചെയ്യുന്നത് നല്ലതാ. നീ ആ ചൂല അവളുടെ കയ്യിൽ കൊടുത്തേ. കൊടുക്കണേ. ജോലി ചെയ്യുന്നതൊക്കെ നല്ലയാ, പക്ഷെ 2 മാസം പോലും തികഞ്ഞിട്ടില്ലല്ലോ. അവൾക്ക് നല്ല ക്ഷീണമുണ്ട്, മുഖം കണ്ടറിയാം. ഈ സമയത്തെ ക്ഷീണൊക്കെ കാണും. നിനക്ക് അസൂയ, അതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നിനക്ക് കിട്ടാത്ത ഭാഗ്യം അവൾക്ക് കിട്ടിയതിന്റെ അസൂയ. അമ്മ ഒന്ന് നിർത്തോ? ഓ ഞാനൊന്നും പറയുന്നില്ലേ മോളെ, നിന്റെ നല്ലതിനെ ഞാൻ പറയുന്നത്. നീ സൂക്ഷിച്ച നിനക്ക് കൊള്ളാം. വിഷമിക്കാതെ.
നീ പോയി റെസ്റ്റ് എടുത്തോ, ഞാൻ അതൊക്കെ ചെയ്തോളാം. ഞാൻ ഒന്ന് കിടക്കട്ടെ, നല്ല ക്ഷീണമുണ്ട്. എന്താ ചേച്ചി? എനിക്ക് എന്തോ ഒരു സംശയം. അമ്മ ഇതൊക്കെ എന്തോ മനസ്സ് വെച്ച് ചെയ്യല്ലേ? എന്തോ മനസ്സിൽ വെക്കാന് ചേച്ചിക്ക് വെറുതെ തോന്നുന്നത്. പിന്നെ അവരിപ്പോൾ ഈ ചെയ്തതിനുള്ളത് ഞാൻ വൈകാതെ കൊടുത്തോളാം. സന്ദീപിനോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ സ്വർണം തിരികെ വാങ്ങിപ്പിക്കണം. ഇവളുടെ കൂടെ കൂടിയതിന് ശേഷം ആശയ്ക്കും ഈ മാറ്റം. രണ്ടിനെയും തമ്മിലടുപ്പിക്കണം, എങ്കിലേ ശരിയാവൂ. എന്തോ അമ്മ ഒറ്റയ്ക്ക് ഇവിടെ വന്നിട്ട് ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല മോനെ. അതെ, ധന്യര് പ്രസവമൊക്കെ എടുക്കല്ലേ, അതിനെ കുറിച്ച് ആലോചിച്ചതാ. അതിനിത്ര ആലോചിക്കാൻ എന്താ? അതിന് ഒരുപാട് സമയം. എന്ത് സമയം? മാസങ്ങളൊക്കെ ദാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങോട്ട് പോവും. പൈസക്കൊക്കെ ആവശ്യമുള്ള സമയല്ലേ ഇപ്പോ. ഓ, അതൊക്കെ ഞാൻ ആ സമയമാകുമ്പോഴേക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിക്കോളാം അമ്മേ. എന്ത് വഴി? നീ ആ ധന്യയുടെ അച്ഛനോട് സ്വർണത്തിന്റെ കാര്യം ഒന്ന് പറയും. ഇപ്പോഴാവുമ്പോ അയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ശേ, അതൊന്നും ശരിയല്ല അമ്മേ. അത് ഞാൻ എന്തെങ്കിലും വഴി കണ്ടെത്തിക്കോളാം. ഓ, ഒരു അഭിമാനി. നീ ഇങ്ങനെ നാണക്കേട് വിചാരിച്ചിരുന്നോ? ആ, അല്ലെങ്കിലും ആദ്യത്തെ പ്രസവം പെണ്ണ് വീട്ടുകാർ തന്നെയാണ് ചെയ്യേണ്ടത്. അമ്മ എന്നേരും ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ തന്നെ ചെയ്യണ്ടേ? എല്ലാ കാര്യം അവരുടെ തലയിൽ വെച്ചുകൊടുക്കുന്നത് ശരിയുള്ള കാര്യമാണോ? അതാ ഞാൻ പറഞ്ഞത്, നീ അവളുടെ അച്ഛനോട് സ്വർണ്ണമൊന്നും ചോദിക്ക. നിനക്ക് ചോദിക്കാൻ മടിയാണെങ്കിൽ വേണ്ട, നീ അവളോട് പറ, അവള് ചോദിച്ചോളും. ഞങ്ങൾ ഇന്ന് വൈകിട്ട് വരാൻ നോക്കാം. അമ്മയ്ക്ക് സുഖാണോ? അച്ഛനോ? അമ്മ കഴിച്ചായിരുന്നോ? എന്തടി കൊറേ നേരമില്ല, ആരോടെ ഈ കൊഞ്ചു കൊഴയാൻ നോക്കുന്നത്? അമ്മയാ, വീട്ടിലെ വിശേഷങ്ങൾ ചോദിക്കായിരുന്നു. ഓ പിന്നെ വിശേഷങ്ങള്, കുറെ വിശേഷങ്ങളുള്ള വീടാണല്ലോ നിന്റേത്. ഈ വിശേഷങ്ങൾ തിരക്കണ നേരം കൊണ്ട് ഈ കുടുംബത്തെ പണികളൊക്കെ ഒന്ന് ചെയ്തു തീർക്കാൻ നോക്ക്. ഞാൻ തന്നെയല്ലേ ഈ വീട്ടിലെ പണിയൊക്കെ ചെയ്ത് തീർക്കാറുള്ളത്. അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കണമെന്നില്ല. എന്താ എന്താടി ഇതിങ്ങനെ പൊങ്ങുന്നത്? ആരെ കണ്ടിട്ടാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ വിചാരിക്കണ്ട. എല്ലാം ഞാൻ നിർത്തി തരുന്നുണ്ട്. ആ, ഏട്ടനെന്താ ആലോചിക്കുന്നേ? അല്ല, പ്രസവമൊക്കെ വരുമല്ലേ, ക്യാഷിന്റെ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. അതിനിത്ര ആലോചിക്കാൻ എന്താ? അതൊക്കെ സമയമാകുമ്പോ അങ്ങ് ശരിയായിക്കോളും. അങ്ങനെ വിചാരിച്ചിരുന്നാ മതിയോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? തൻ്റെ അച്ഛനോട് നമുക്ക് ഗോൾഡ് ഒന്ന് ചോദിച്ചാലോ? അത്യാവശ്യം വരുമ്പോഴല്ലേ ഇതൊക്കെ ഉപകരിക്കുന്നത്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇതാരുടെ ബുദ്ധിയാ? അമ്മയുടെ ആയിരിക്കും. എന്താ നിങ്ങളുടെ തലയ്ക്കകത്തൊന്നും ഇതൊന്നും ഉദിക്കില്ല. നീ ഇതിന് അമ്മയെ കുറ്റം പറയുന്നത്? നിന്നോടിപ്പോ ഈ കാര്യം പറഞ്ഞത് ഞാനല്ലേ? ആ, അമ്മ പറയില്ല. അമ്മയ്ക്ക് പറയാൻ പറ്റാത്തോണ്ടാ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത്. ആറങ്ങോട്ട്. നീ ആവശ്യമില്ലാത്ത കാര്യം പറയും. ആവശ്യമില്ലാത്തതല്ല, അവർക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളെ മുതലെടുത്താൽ അത് നിങ്ങൾക്ക് മനസ്സിലായില്ല, അത്ര തന്നെ. എന്താ പ്രശ്നം? എന്താ അച്ഛനോട് ഞാൻ സ്വർണം ചോദിക്കണമെന്ന്. എന്താണത്? ഇങ്ങനെയൊന്നായിരുന്നില്ല നീ പറഞ്ഞോണ്ടിരുന്നേ. അതൊരു അത്യാവശ്യം വന്നോണ്ടല്ലേ, അല്ല വേറെ ഒന്നും കൊണ്ടൊന്നുമില്ലല്ലോ. ഇന്നലെ വരെ ഒരു അത്യാവശ്യം ഇല്ലായിരുന്നല്ലോ, പിന്നെ ഇന്ന് എന്തോ പറ്റി? കാര്യമായിട്ട് അമ്മ എന്തോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നീ കണ്ടോ അമ്മേനോട് പറയുന്നത്? പറഞ്ഞില്ലെങ്കിലും എല്ലാരും എനിക്കറിയാമല്ലോ. മതിയാക്ക്, ഇതിന്റെ പേരിൽ പ്രശ്നം ഇവിടെ പാടില്ല. എന്തായാലും നാളെ ആവട്ടെ, ഒരു വഴി ഞാൻ കണ്ടെത്താം. ശരി. എന്നാൽ അവന് എന്ത് പറ്റി? ധന്യ പറഞ്ഞത് തന്നെ ആയിരിക്കും കാരണം. എന്ത്? അമ്മ എന്തേലും പറഞ്ഞ് പിരിയേറ്റിട്ടുണ്ടാവും, അല്ലാതെ അവൻ ഇങ്ങനെയൊന്നും കാണിക്കില്ല. നീയും തുടങ്ങിയതൊക്കെ? അങ്ങനെയല്ല. പിന്നെ നമ്മൾ ആ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോ കണ്ടില്ലേ, അമ്മ അവിടെ നിപ്പുണ്ടായിരുന്നു. അമ്മ തന്നെ അവനെ പറഞ്ഞിളക്കി വിട്ട്.
ഈ അമ്മ ഇത് എന്ത് ഭാവിച്ചിട്ടാ? ഈ അമ്മ പറയുന്നത് കേട്ട് അവൻ എല്ലാത്തിനും ഇറങ്ങിത്തിരിക്കും. അവസാനം അവൻ തന്നെ നാണം കിട്ടും. ഇത് പാകം നാണക്കേടായല്ലോ. അമ്മ ഇത് എന്തുദ്ദേശിച്ചാണോ? എന്തായാലും നാളെ ആവട്ടെ, നീ കിടക്കാൻ നോക്ക്. ഇത്രയും കാലം ഈ സ്വർണത്തെ പറ്റി നീ ചോദിച്ചിട്ടില്ലല്ലോ. ഇതെന്താ പെട്ടെന്നൊരു ചോദ്യം? അത് പിന്നെ അവൻ അതിനെ കുറിച്ച് ആലോചിച്ച് കാണും, അല്ലാതെ എന്താ. അത് അമ്മയ്ക്ക് എങ്ങനെ അറിയാം? ഞാൻ അവനോടല്ലേ ചോദിച്ചത്. അത് അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇതിന്റെ എല്ലാം പിറകിൽ അമ്മയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനാ അമ്മ ഈ നാടകം കളിക്കുന്നേ? നാടകം കളിക്കേ? ഞാനെന്തെങ്കിലും നാടകം കളിക്കണം? അവന് ആവശ്യമുള്ളതുകൊണ്ട് അവൻ ചോദിച്ചു, അതിന് ഞാനെന്ത് വേണം? മതി, നിർത്ത്. പരസ്പരം തർക്കിക്കാനല്ല അവിടെ വിളിച്ചു വരുത്തിയാണേ. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. തീരുമാനം ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ, സ്വർണം തിരിച്ചു തരട്ടെ, അത് തന്നെ എൻ്റെ തീരുമാനം. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ഓർമ്മയുണ്ടോ? ഇതിനാ മോനെ ഈ വാശി കാണിക്കണേ? എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് നീ ഇങ്ങനെ കാണിച്ചാ ഇവളുടെ മനസ്സ് എന്ത് വിഷമിക്കും? നീ അതെന്താ ഓർക്കാത്തെ? നിന്നോട് ഇവിടെ ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? നീ മിണ്ടാതിരിക്കണം. അവനറിയാം അവൻ എന്താ ചെയ്യേണ്ടതെന്ന്. നിന്റെ ഉപദേശമൊന്നും അവന് വേണ്ട. പ്രശ്നം പരിഹരിക്കാനാണ് നമ്മളിവിടെ കൂടിയേക്കണേ, തമ്മിലടിക്കാനല്ല. പിന്നെ എടാ, നിന്റെ ജീവിതത്തിൽ നിനക്ക് തീരുമാനം എടുക്കാം. അത് നിന്റെ മാത്രം തീരുമാനമായിരിക്കണം. അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിന് ദോഷം ചെയ്യും. മനസ്സിലാക്കിക്കോ. ഞാൻ നല്ല പോലെ ആലോചിച്ച് തീരുമാനിച്ചതാ, അതിൽ ഇനി എനിക്കൊരു മാറ്റവും ഇല്ല. എന്നാ തീരുമാനം നടക്കുമെന്ന് സ്വപ്നം കാണുകയും വേണ്ട. നമുക്ക് കാണാം. ആ കാണാം.